സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ 2024 ഭിന്നശേഷി സൗഹൃദ നഗരത്തിനുള്ള അവാർഡ് തിരുവനന്തപുരം നഗരസഭയ്ക്ക്. ഭിന്നശേഷി മേഖലയിൽ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിനാണ് തിരുവനന്തപുരം നഗരസഭ അവാർഡിന് അർഹത നേടിയത്. 2023-24 വർഷത്തിൽ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും പര്യാപ്തതയ്ക്കും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി 6,68,04,967 രൂപ ചെലവഴിച്ചു. നഗരസഭാ മെയിൻ ഓഫീസും സോണൽ ഓഫീസുകളും ഭിന്നശേഷി സൗഹൃദപരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നഗരസഭാ പരിധിയിലെ പാർക്കുകൾ ഭിന്നശേഷി സൗഹൃദമാണ്. തിരുവനന്തപുരം നഗരസഭയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള 40% അതിലധികമോ ശാരീരിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കും ആളുകൾക്കും സ്കോളർഷിപ്പും ആനുകൂല്യങ്ങളും നൽകി വരുന്നു. 5,37,80,000 രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. 304 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത്. 1,801 പേർക്ക് 28,500 രൂപ നിരക്കിൽ ആനുകൂല്യങ്ങൾ. ഇതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾക്കുള്ള ചിലവ്, പഠന സഹായി, ഡേ സ്കോളർക്ക് യാത്രാ ചെലവ്, ഉല്ലാസയാത്ര, പഠന പര്യടനം എന്നിവയ്ക്കുള്ള ചെലവും വഹിക്കുന്നു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് സഹായകമായതും അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നതുമായ ഇനങ്ങൾ ഉൾപ്പെടുത്തി ഏകദിന കായിക കലാ മത്സരങ്ങൾ നടത്തിവരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നവരിൽ വളർച്ചാ വെല്ലുവിളികൾ, മസ്തിഷ്ക തളർവാദം എന്നിവയാൽ വിദ്യാലയങ്ങളിലോ ഡേ കെയർ സെൻ്ററുകളിലോ പോകാത്തവർക്കായി പ്രതിമാസം 1000 രൂപ നൽകി വരുന്നു. കേൾവി കുറവുള്ളവരുടെ ഉന്നമനത്തിനായി കോക്ലിയർ ഇംപ്ലാന്റേഷനും മെയിൻ്റനൻസും നഗരസഭ നടത്തിവരുന്നു. ഈ പദ്ധതിക്കായി 19 ലക്ഷം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത്. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത ഒരു കുട്ടിക്ക് ഉപകരണങ്ങളുടെ കാലാകാലങ്ങളിലെ റിപ്പയറിംഗിൽ ഓരോ വർഷവും 50,000 രൂപ നിരക്കിൽ നൽകുന്നു. അതോടൊപ്പം തന്നെ സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ, ഹിയറിംഗ് എയ്ഡ്, ഇലക്ട്രോണിക് വീൽചെയർ എന്നീ ഉപകരണങ്ങളും വിതരണം ചെയ്തു. രണ്ടായിരത്തി 2023-24 വർഷത്തിൽ 87 ലക്ഷത്തോളം രൂപയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുകയും വിതരണം ചെയ്തിട്ടുള്ളതുമാണ്. അംഗനവാടികളിലും ലോവർ പ്രൈമറി സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളിലെ സംസാര വൈകല്യം ഉൾപ്പെടെയുള്ള മറ്റു വ്യത്യസ്ത വൈകല്യങ്ങൾ ബാല്യകാലത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ ചികിത്സ നൽകുന്നതിന് സ്പീച്ച് ബിഹേവിയറൽ ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പി നൽകാൻ കഴിയുന്ന സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കി വരുന്നു. സ്കൂളുകളിൽ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് നിർമ്മാണം, ഫർണിച്ചർ വിതരണം, ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ രീതിയിൽ ക്ലാസ് മുറികളുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളതാണ്. കൂടാതെ ക്ലാസ് മുറികളിൽ ഭിന്നശേഷി കുട്ടികൾക്ക് ഉപയോഗിക്കാൻ തരത്തിലുള്ള മേശയും കസേരയും നൽകി വരുന്നു. തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വഴുതക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡെഫ് സ്കൂളിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ആധുനിക ഓഡിയോളജി ഉപകരണങ്ങളോട് കൂടിയ ലാബ്, പ്രിന്റിംഗ് ലാബ്, ശീതീകരിച്ച ക്ലാസ് റൂമുകൾ, കുട്ടികൾക്ക് പാർക്ക് തുടങ്ങിയവയാണ് ഒരുക്കിയത്. സർക്കാർ സ്കൂളുകളിൽ ആദ്യമായാണ് ഓഡിയോളജി ലാബ് ഒരുങ്ങുന്നത്. 5 കോടിയോളം രൂപയാണ് പദ്ധതി ചെലവ്. ഇതിനോടൊപ്പം 5 കോടിയോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ബ്ലൈൻഡ് സ്കൂളിലും നടത്തിവരുന്നു. ഭിന്നശേഷിക്കാരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സാമ്പത്തിക സഹായം 50% സബ്സിഡി നിരക്കിൽ കടകൾ തുടങ്ങുന്നതിനായി ഓരോ വ്യക്തിക്കും 60,000 രൂപ വരെ നൽകി വരുന്നു. നഗരസഭാ പരിധിയിൽ 5 ടേക്ക് എ ബ്രേക്കാണ് ആരംഭിച്ചിട്ടുള്ളത്. പദ്ധതിയിൽ പബ്ലിക് ടോയ്ലറ്റ്, റെസ്റ്റ് ഏരിയ, കഫറ്റേരിയ എന്നിവയാണുള്ളത്. ഇതെല്ലാം തന്നെ ഭിന്നശേഷി സൗഹൃദപരമായിട്ടുള്ളതാണ്. മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും സമൂഹത്തിൽ അവരെ സാധാരണ ജീവിതം നയിക്കുന്നതിന് പ്രാപ്തരാക്കുന്നതിനും നഗരസഭ പ്രതിജ്ഞാബദ്ധമാണ്.